ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിൽ 4-ാം ദിവസം വൈകുന്നേരം ആരംഭിച്ചതാണ് ദശമസ്കന്ധം. ഭഗവാന്റെ ദിവ്യലീലകൾ ദശമസ്കന്ധത്തിലൂടെ 90 അധ്യായങ്ങൾ കൊണ്ട് വർണ്ണിക്കുകയാണ്. അതിൽ 90-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ലീലകളുടെ മുഴുവൻ ഒരു സംക്ഷിപ്ത വിവരണമാണുള്ളത്. ഒരു അകപ്പാടെ ഒരു പ്രഭാവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ് ബാക്കി കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് വേദസ്തുതിയാണ്. വേറൊന്നുമില്ല, അത് ഒന്നിങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് വേദം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ്. സനാതനധർമ്മത്തിൻ്റെയൊക്കെ അടിസ്ഥാനം വേദമാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കൽ അജണ്ടയൊന്നും അല്ല എന്നർത്ഥം, മനസ്സിലായല്ല. ഈ ലോകം ഉള്ളിടത്തോളം ഇന്ന് വിദേശത്തുള്ള രാഷ്ട്രങ്ങളിലുള്ളവരൊക്കെ ഈ വിശേഷപ്പെട്ട സനാതനധർമ്മത്തിലെ വൈദിക മന്ത്രങ്ങൾ ജപിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം കിണറ്റിനുള്ളിലുള്ള തവളകൾക്ക് അവരുടെ ലോകം അതാണ്, അല്ലേ? നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടം ഉള്ള ലോകം മാത്രം അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവർക്ക് വൃന്ദാവനത്തിലെ ഗോവർദ്ധനത്തെക്കുറിച്ച് പറഞ്ഞ വല്ലതും മനസ്സിലാവുമോ? ഇല്ല. രാധയെ രാധയെന്ന് വിളിക്കുന്ന ഒരു ഭൂമിയേ ഉള്ളൂ, ലോകത്തിൽ ഒരു സ്ഥലമേ ഉള്ളൂ, കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പ്രയാസമാണ്. അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വേദം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. പക്ഷെ അങ്ങനെയുള്ള ആ ബ്രഹ്മസ്വരൂപമാകുന്ന വേദം ഒരു രൂപമെടുത്തു. രൂപമില്ലാത്ത വേദത്തിന് ഇപ്പോൾ രൂപം എടുക്കാമല്ലോ. അങ്ങനെ രൂപമെടുത്തിട്ട് ആ വേദം ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ സ്വരൂപമാകുന്ന വേദങ്ങൾ ഒരു സ്വരൂപമെടുത്ത് ഭഗവാനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറത്തുള്ളതാണ് പരബ്രഹ്മ ചൈതന്യം എന്ന് കണക്കാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ചെറിയൊരു കണക്ക് പറഞ്ഞത്. 28 സ്തോത്രങ്ങളിലൂടെയാണ് ഈ വേദത്തിൽ, അതായത് വേദങ്ങൾ സ്വരൂപമായിട്ട് സ്തുതിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഒരു ഭാഗവത സപ്താഹയജ്ഞം നടത്തിയാലുണ്ടല്ലോ, അതിൻ്റെ ഒരു അദൃശ്യമായ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വേദമന്ത്രങ്ങളും ഇതൊക്കെ ഉച്ചരിക്കണം എന്നാണ് സാധാരണഗതിയിൽ. വെറും കേവലം പൂജയും പുഷ്പാഞ്ജലിയും അനുഗ്രഹവും മാത്രം പോരാ, അതിനനുസരിച്ച് പവർ കുറയും. ഈശ്വരൻ്റെ പവർ കുറയും. നമ്മളെപ്പോലുള്ളവരല്ലേ പോകുന്നത്, അറിയാലോ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഈ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചൈതന്യം വർദ്ധിപ്പിക്കണം. അതിൽ വേദജപങ്ങൾ നിർബന്ധമാണ്. ഏത് ക്ഷേത്രത്തിലാണ് വേദജപം വേണ്ട പോലെ ജപിക്കാൻ പറ്റുക? അറിയുന്ന ആളെ നമുക്ക് ഇവിടുന്ന് കണ്ടു കിട്ടുക, അല്ലേ? വിദേശത്താണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ അതാണ്. ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കണമെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കിയത് കൊണ്ടോ കലശം കഴിച്ചത് കൊണ്ടോ നിത്യപൂജ നടത്തിയത് കൊണ്ടോ കാര്യമില്ല എന്നാണ്. അതും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആചാര്യ തപസ ആമനായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചധ എന്നാണ്. ആ ചൈതന്യത്തെ നിലനിർത്തണമെങ്കിൽ കുറേ കാര്യങ്ങൾ വേണം. അതൊക്കെ അലിഖിതമായ നിയമമാണ്. ദേവസ്വം ബോർഡിലൊന്നും അത് എഴുതി വെച്ചിട്ടൊന്നുമില്ല, പ്രിൻ്റൊന്നുമില്ല. അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ വേണമെന്നാണ്. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ചില നവകം പഞ്ചഗവിയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ നടക്കും. വലിയ ഉത്സവങ്ങൾ നടക്കും. ഭൂതഗണങ്ങൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആചാര്യൻ്റെ തപസ് എന്ന് പറഞ്ഞാൽ തന്ത്രീശ്വരം വന്ന് കുറച്ച് തപസ്സൊക്കെ ഇവിടെ ചെയ്തിരിക്കണം വർഷം തോറും. ആചാര്യൻ്റെ തപസ്, പിന്നെ
ആമനായ ജപം, ഈ ആമനായ ജപം എന്ന് പറയുന്നതാണ് വേദജപം. മുറജപം എന്നൊക്കെ പറയും. പത്മനാഭൻ്റെ സന്നിധിയിൽ മുറജപത്തിൻ്റെ വിശേഷപ്പെട്ട രംഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പല ക്ഷേത്രങ്ങളിൽ ഈ മുറജപം എന്ന പേരും കോലാഹലമൊന്നും ഇല്ലെങ്കിലും വളരെ രഹസ്യമായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വലിയ വലിയ എണ്ണപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. നിയമേന എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നവർക്ക് കൊടുക്കുന്നതിനെയാണ് അത്ര പണ്ട് കാലത്ത് പറഞ്ഞത്, എനിക്കത്രേ അറിയുള്ളൂ. അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശന്നിട്ടുള്ളവർക്കാണ്, അല്ല വയറൊക്കെ നിറഞ്ഞിട്ടുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇതിന് താല്പര്യത്തോടു കൂടി ഇത്തിരി കിട്ടിയാൽ സന്തോഷമായിരുന്നു എങ്ങനെയെങ്കിലും എന്നുള്ള ഒരു ഭാവത്തിലെത്തുമ്പോൾ പണ്ട് കാലത്ത് ഇതെല്ലാവർക്കും പറ്റും. എന്തുകൊണ്ട് വെച്ചാൽ അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അല്ലേ. ഒരു നേരത്തെ ഇപ്പം ഏതായാലും കുംഭമാസത്തിൽ ഉത്സവം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ കുടുംബത്തിൽ അല്ലേ അത്രയും സാമ്പത്തികം ഇല്ലാത്ത സമയത്ത് അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ നമുക്ക് മാത്രമുള്ള അന്നദാനമല്ല, ഭൂതഗണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. സെക്യൂരിറ്റി ആയിട്ടുണ്ടാവും, സപ്തമാതൃക്കൾ ഇവർക്കൊക്കെ ബലി തൂവിക്കൊണ്ടുള്ള ചടങ്ങുകളാണല്ലോ നടക്കുന്നത്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വേദജപത്തിൻ്റെ വേദമന്ത്രത്തിൻ്റെ മുഴുവനും സാരം ഈ 28 ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിന് വ്യാഖ്യാനമുണ്ട്. ശ്രീധരീയത്തിലൂടെയാണ് വ്യാഖ്യാനമുള്ളത്. പക്ഷേ ആ വ്യാഖ്യാനം മനസ്സിലാക്കണമെങ്കിൽ വേറെ കുറേ പുസ്തകങ്ങൾ കൂടി എടുത്തു വെക്കേണ്ടി വരും. അത്ര കട്ടിയാണിത് എന്നാണ്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി അല്ലേ. ഇതിനിടയിൽ വർഷത്തിൽ ഒരു തവണ ഒരു സപ്താഹം നടത്തുമ്പോൾ ഗുരുവായൂർ എത്രയാ സപ്താഹം നടത്തുന്ന കണക്കില്ലല്ലോ മുമ്പൊക്കെ. അപ്പോഴൊക്കെ ഇത് ജപിക്കുമെന്ന് പറയുമ്പോൾ അവിടുത്തെ അതാണ്, അത്രയും കുന്നു കൂടിയിരിക്കുകയാണ് ചൈതന്യം, ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ സ്തുതിക്കുന്ന സ്തുതികളാണ് വേദങ്ങൾ സ്വരൂപങ്ങളായിട്ട്. അതൊക്കെ ഭാഗവതം ഇപ്പം വായിക്കുമ്പോൾ നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് നേരത്തെ വായിച്ചപ്പോൾ അല്ലേ. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ശ്രദ്ധിക്കണം. എന്താ കാരണം എന്നറിയോ, കുറച്ച് പദങ്ങളൊക്കെ ഇതാണ്, ഒരു പ്രത്യേക ഗീതവുമാണ്, ശ്രുതി ഗീതം ആണ് പറഞ്ഞത്. ജയ ജയ ജഹ്യജ അജിത ദോഷ ഗൃഭീത ഗുണം ത്വമസീയതാത്മനാ സമവരുദ്ധ സമസ്ത ഭഗ അഗജഗദോഗ സാമഖില ശക്ത്യവബോധകതേ കുജിത ജയാത്മനാ ചരതോനുചരേന്നിഗമ. ഇങ്ങനെ 28 സ്തോത്രങ്ങൾ കൊണ്ട് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഭഗവാനെ വേണ്ടതുപോലെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മൾ പരിശ്രമം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ബ്രഹ്മതത്വത്തെയാണ്, ബ്രഹ്മതത്വം എന്ന് പറഞ്ഞത് നമ്മൾ ഒന്നാം ദിവസം പറഞ്ഞത് തന്നെ വീണ്ടും ഇവിടെ തന്നെ സൂചിപ്പിക്കുന്നത്. അതായത് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം, പരമാണു പൊരുളിലും സ്ഫുരണമായിട്ടുള്ള ചൈതന്യം തന്നെയാണ് ബ്രഹ്മമായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കെങ്ങനെ പറ്റുക? നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ബ്രഹ്മം, അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം ബ്രഹ്മം അല്ലേ. അതിലൂടെ നമുക്ക് ആരെ കാണാൻ സാധിക്കും? നമ്മൾ ഈ ഒരു വിഗ്രഹത്തിലൂടെ ആ ബ്രഹ്മത്തെയാണ് കാണുന്നത്. വിഗ്രഹം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്, വിശേഷേണ ഗ്രാഹയതി ഇത് വിഗ്രഹ എന്നാണ്. അപ്പോൾ അത് ബോധ്യപ്പെടണം. പക്ഷേ ആ ബ്രഹ്മത്തെ ബോധ്യപ്പെടാതിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരുന്നത് എന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ ബ്രഹ്മം എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ തന്നെയാണ് പറയുന്നത്. രൂപമൊന്നുമില്ല, ഗുണമില്ല, മണമില്ല, ചൈതന്യം ശക്തിയായിട്ട് ആവേശിക്കും. അത് കുറേ ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കരിങ്കല്ല് കൊണ്ടൊരു സ്വരൂപം ഉണ്ടാക്കി, ഈ കർണാടകത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ഇവിടെ നിന്നെങ്കിലും ആവട്ടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി, അതാണ് അല്ലെ പ്രതിമ എന്ന് പറയും, ഉണ്ടാക്കി. പക്ഷെ അത് പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ചൈതന്യം വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാർക്കളയിൽ ചെന്ന് തൊഴുതാൽ മതി, അല്ലെങ്കിൽ കുന്നംകുളത്ത് പുഷ്പാഞ്ജലി ചെയ്താൽ മതി. അവിടെ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന അതല്ല. കമ്പിക്കകത്തുപായുന്ന വിദ്യുച്ഛക്തി കണക്കയും വിഗ്രഹത്തിൽ വിളങ്ങുന്നു പൂർണ്ണമാം ഭഗവൽ കലാ അല്ലേ. അതാണ് വൈദ്യുതി കമ്പിയിൽ എപ്പോഴും വൈദ്യുതി പ്രവഹിക്കുമ്പോഴാണ് അതിൻ്റെ പ്രഭാവം അറിയുക. വെറുതെ 2 അലുമിനിയത്തിൻ്റെ കമ്പി പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നനച്ച തുണിയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കൊണ്ടിടാം നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ, അങ്ങനെയല്ലേ. പക്ഷേ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടെങ്കിൽ ഇതും കൊണ്ട് അടുത്തേക്ക് പോയ വിവരം അറിയും, തീരുമാനം രണ്ടാലൊന്നുണ്ടാവും ഇല്ലേ. അതുകൊണ്ടാണ് ആ പ്രഭാവം അനുഭവപ്പെടുത്തും. ഇതുപോലെയാണ് വിശേഷപ്പെട്ട ചൈതന്യം എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഈ ചൈതന്യത്തെ മനസ്സിലാക്കണമെങ്കിൽ മാനസികമായിട്ട് ചില ഭാവങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാവങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നത് മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിന് വിശേഷമുണ്ടോർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? 3 ഇതിൻ്റെ നിയന്ത്രണം മുഴുവനുള്ളത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം.
സത്വഗുണത്തിൻ്റെ അടയാളം നിറം വെള്ള നിറമാണ്, രജോ ഗുണം ചുവപ്പ് നിറമാണ്, തമോ ഗുണം കറുപ്പ് നിറമാണ്. അപ്പോൾ ഈ തമോ ഗുണം കൂടിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റായി, രജോ ഗുണം കൂടിക്കഴിഞ്ഞാൽ തമോ ഗുണത്തിനടുത്തെത്തി. നമ്മൾ ബോർഡർ ലെവൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇങ്ങനെ എത്തി. എന്നാൽ തമോ ഗുണം രജോ ഗുണം കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഏതിൻ്റെ അടുത്താണ്ടാവുക? സത്വഗുണത്തിൻ്റെ അടുത്ത്. ഇങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ വിഭജിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ച് തന്നെ അവരുടെ സ്വഭാവം ഉണ്ടാവും അത്രേ. അപ്പോൾ നമ്മുടെ ഇപ്പം എങ്ങനെ വേണം? തമോ ഗുണത്തെക്കുറിച്ചും സാത്വിക ഗുണത്തെക്കുറിച്ചും മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്വഭാവത്തെ മനസ്സിലാക്കണോ, അല്ല നമ്മുടെ സ്വഭാവത്തെ വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് പിടിക്കണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തർ തീരുമാനിക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതൊക്കെ പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? മറന്നുപോയോ? ഒന്നാം ദിവസം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ രജോ ഗുണം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു വീര്യവും ശൗര്യമൊക്കെ ആയിട്ട് വേണം എന്നാണ് പറഞ്ഞ്. മനസ്സിലായോ? ഇങ്ങനെ കൃഷ്ണായ വാസുദേവായ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉത്സാഹമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് എടുത്ത് ചാടി കൃഷ്ണായ വാസുദേവായ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സാഹം വരും. ഇപ്പം മനസ്സിലായോ? ഗുണത്തിനനുസരിച്ച്. അപ്പോൾ ഇവരെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ചില സമയത്ത് ചില ആൾക്കാർ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില സ്ഥലത്ത് അങ്ങനെയൊന്നല്ല. 1 കിലോ ആണി മേടിച്ചിട്ട് പോകും, ഇരുമ്പിൻ്റെ ആണി കണ്ടിട്ടുണ്ടോ? ആ മേടിച്ചിട്ട് പോകും. എന്നിട്ട് നേരെ പോയിട്ട് അവർക്ക് ചുറ്റികയുടെ ആവശ്യമില്ല, ഈ ആണി മരത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് നെറ്റി കൊണ്ട് ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ചടിച്ച് പിന്നെ ഇങ്ങനെ തലയിങ്ങനെ ആടുമ്പോഴേക്കും ഈ മരത്തിലേക്ക് ഇങ്ങനെ തറച്ച് കയറി ഇവിടെ ഇങ്ങനെ ചോര ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഒലിച്ചു. കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണണം. അങ്ങനെയൊക്കെ ഉണ്ട്. പറഞ്ഞ് മനസ്സിലായല്ലോ ഏത് ഗുണത്തിൻ്റെ പ്രത്യേകതയാണ് ആ ഗുണം അല്ലേ? അവർ രജോ ഗുണം കഴിഞ്ഞിട്ട് അങ്ങ് തമോ ഗുണത്തിലേക്ക് എത്താറായി ഇവരൊക്കെ. അപ്പോൾ ആ സമയത്ത് അപ്പോഴേക്ക് ഭക്തി വന്നു. അതുവരെ നമ്മൾ ഇത്രയും മന്ത്രം ജപിച്ചിട്ടും പുരുഷസൂക്തം ജപിച്ചിട്ടും ഇതൊന്നും ജപിച്ചിട്ടും പുഷ്പാഞ്ജലി ചെയ്തിട്ടും ഒരു ഭക്തി വന്നില്ല. അപ്പോഴും ഭക്തി വന്നു ഇല്ലേ? ഗുണത്തിനനുസരിച്ചിട്ടാണ്. ഇനി വേറൊരാൾക്ക് വേറൊരു ഘട്ടം, വേറൊരാൾക്കല്ല കേട്ടോ, വേറൊരു ഘട്ടത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു നാക്കിങ്ങനെ നീട്ടുക. അപ്പോൾ മറ്റൊരു സാധനം കുത്തി ഇങ്ങനെ ഇറക്കും, ഒരു ശൂലം. എന്നിട്ടിങ്ങനെ ഉണ്ടാവും. പിന്നെ നാക്ക് പിന്നെ പൂട്ടാൻ പറ്റില്ല. പിന്നെ ഉത്സവം കഴിഞ്ഞ് രാത്രിയിൽ പോയിട്ട് പിറ്റേ ദിവസമൊക്കെ കണ്ടിട്ട് ആരൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ചെയ്യുമ്പോഴേക്ക് പറഞ്ഞു, ഇപ്രാവശ്യം ആൾ കുറവാണല്ലോ. ഏതിന്? ആൾ കാണാനല്ല, ഈ ചടങ്ങിന് ആൾ കുറവാണ്, അത് ഏറ്റെടുക്കാൻ. അപ്പോൾ നോക്കുമ്പോഴേക്കും ഒരു 10-40 പേരുണ്ട് ഇത് കുത്തിയിട്ട്. എന്നിട്ട് കുറവെന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നാക്കൊക്കെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുങ്കുമം ഇങ്ങനെ ഇട്ട് കൊടുക്കുമോ. പിന്നെ എന്തൊരു ആഘോഷം എന്ന് പറയുമോ. പിന്നെ അവിടെ നമ്മൾ ഭാഗവതമൊക്കെ കൂടെ അതൊക്കെ വേലിച്ചങ്ങോട്ട് എറിയും, തട്ടി നിന്റെ സപ്താഹം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കളി. ഇങ്ങനൊരു ആരാധന. പിന്നെ മറ്റൊരു ആരാധനയുണ്ട്, അതിന് മൈതാനം തന്നെ വേണം. കൊല്ലം ആശ്രാമം മൈതാനം എന്നൊക്കെ കേട്ടില്ല, അങ്ങനെയുള്ള മൈതാനം വേണം. എന്തുകൊണ്ടെന്ന് അറിയോ? ഒരു 10-70 പേരുണ്ട്. ഇവർക്ക് നടക്കണമെങ്കിൽ മൈതാനേ പറ്റുള്ളൂ. 3.5 മീറ്റർ ഉണ്ട് ശൂലം. ഇവിടുന്ന് കുത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ അങ്ങേ അറ്റത്ത് അതിൽ ചെറുനാരങ്ങ മറ്റുള്ള പൂമാലകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ആക്കിയിട്ട് ഇങ്ങനെ നടക്കാം. ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും. നന്നായി, കാണാത്തത് നന്നായി, അല്ലെങ്കിൽ കാണാൻ അവസരം കിട്ടും പോയിക്കോളൂ ഇങ്ങനെ. പിന്നെ വേറെ ഈ മുതുകിലൊരു കൊളുത്തി ഇതിവിടെ ഒരു കൊളുത്തിയിട്ട് പിന്നെ ഇങ്ങനെ തൂക്കുക, അല്ല ഇങ്ങനെ തൂങ്ങിയിട്ട് ചുറ്റും ഇങ്ങനെ തൂങ്ങുക. അങ്ങനെയുള്ള സ്ഥലമുണ്ട്. ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്, പാച്ചല്ലൂരുണ്ട്. പിന്നെ ഈ അങ്കമാലിക്ക് അടുത്ത് എന്തോ ഒരു സ്ഥലമുണ്ട് തൂക്ക്, ഇളവൂര് അല്ലേ? ഇളവൂര് തൂക്കം എന്തോ പറയാറുണ്ട്. കേട്ടിട്ടുണ്ടാവില്ലേ? ഇത് ഇല്ല, ഒന്നും കേട്ടില്ലെങ്കിൽ കേൾക്കണ്ട. വല്ലപ്പോഴും നാട്ടിലിറങ്ങണേ, അപ്പോഴേ വിശേഷങ്ങൾ അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ വിശേഷം നിങ്ങൾക്ക് അറിയാതിരിക്കാൻ നിങ്ങളിവിടെ തന്നെ എന്നാൽ സ്ഥിരമായിട്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നാട്ടിൽ വരണം, വല്ലപ്പോഴും ഒന്ന് വരണം. പാലക്കാടേക്കോ കണ്ണൂരേക്കോ നിരക്ക് വരെ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ, കാരണം കണ്ണൂരുള്ളവരൊക്കെ മിക്കവാറും തോന്നിവാസവും കഴിക്കുന്നവർക്ക് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് കണ്ണൂർ പേടിക്കാനില്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആചാരങ്ങളൊക്കെ നടത്തുമ്പോൾ അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഇതെന്നാണ് പറയുന്നത്. എന്നാൽ സാത്വികമായിട്ടുള്ള ഒരാളോട് ചോദിച്ചു, നിങ്ങളെന്താ അവിടുത്തെ ആ ചാത്തൻ്റെ അടുത്ത് പോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല തിരുമേനി, ഞാൻ അങ്ങനെ പോകാറില്ല, ഞാൻ മക്കളെ ഇവിടെ കൊണ്ടുപോകാറില്ല. എന്താ, എനിക്ക് ഈ കൊല്ലുന്നത് ചാത്തൻ അങ്ങനെ തെയ്യം കെട്ടി കുട്ടിച്ചാത്തൻ വന്ന ഉടനെ ആദ്യത്തെ ചടങ്ങ് എന്താണെന്ന് പറയുക, അങ്ങനെ ചാടി ഇങ്ങനെ ഉറഞ്ഞു വന്ന കോഴീനെ കൊണ്ടുവരിക, കൊത്തി ഇങ്ങനെ വെട്ടി ഇങ്ങനെ കിട്ടുക ആ കാലിലേക്ക്. ഇപ്പോൾ തിരുമേനി പ്രഭാഷണത്തിന് വേണ്ടി തിരുമേനിയുടെ കാലിലേക്ക് ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇതൊക്കെ നമ്മൾ പൈപ്പിൽ കാലൊക്കെ കഴുകിയിട്ട് പിന്നെ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. നമ്മളിതൊന്നും അറിയാതെ പോയതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഇതാണ്. ഇത് ചില ആൾക്ക് തീരെ പിടിക്കില്ല. എന്തുകൊണ്ടെന്നറിയോ? അദ്ദേഹം കുറച്ച് സാത്വികമായ മനസ്സിൻ്റെ ഉടമയാണ്. ഭാഗവതം വായിക്കുക, പറ്റുന്നവർക്ക് നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ക്ഷേത്രത്തിൽ പോവുക, കുറച്ച് സമയം കണ്ണടച്ചിങ്ങനെ ഇരിക്കുക, പറ്റുകയാണെങ്കിൽ ഒന്ന് ലേശം ഒന്ന്
അങ്ങനെയൊക്കെ ശ്വാസം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ സ്വഭാവം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതൊന്നും പറ്റില്ല. പറ്റുമോ? അതാണ് വിശേഷങ്ങൾ പലതുണ്ട് ഈ സ്വഭാവത്തിനനുസരിച്ച്. പക്ഷെ എന്താ ഫലം എന്നറിയോ? ചിലത് ഫലം വേഗത്തിൽ കിട്ടും തോന്നും, പക്ഷേ അത് തനിക്ക് തന്നെ ദോഷത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വല്ല കഥകളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്കൊരു കഥ ചെറുതായിട്ട് പറഞ്ഞു തരുന്നു. ഞാനത് ചെറുതായിട്ട് പറഞ്ഞു തരാം, എന്നാൽ മനസ്സിലെന്തെങ്കിലും ഒന്ന് ബാക്കിയായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അത് ഒരു ശകുനിയുടെ പുത്രനായിട്ടൊരു വൃഗൻ എന്ന് പേരായിട്ടുള്ളൊരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു സംശയം എന്താണ്, എനിക്ക് പെട്ടെന്ന് വരം വാങ്ങണം, എന്നിട്ട് കേമനാവണം, എന്നിട്ട് ഞാൻ നിനക്കെല്ലാം മറുപടി തരുന്നുണ്ട്, വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇവരുടെ ഇടയിൽ നിന്ന് ഇളകി. അസുരനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പലരോടും ചോദിച്ചു, പല യോഗീശ്വരന്മാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടണം, സന്തോഷിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്നാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, മറ്റേ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകണ്ട, മഹാദേവൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൈലാസ പാർശ്വത്തിൽ പോയിട്ട് ഏതാണ്ടൊരു കുറച്ച് ഭാഗം കൊണ്ട് ഹരിദ്വാറൊക്കെ കഴിഞ്ഞ് കുറേ അങ്ങോട്ട് മുകളിലോട്ട് കയറി ഒരു കാട്ടിൻ്റെ സമീപത്തെത്തി. അവിടുന്ന് കുറേ മരക്കുട്ടകളൊക്കെ കൊണ്ടുവന്ന് തീയൊക്കെ കൂട്ടി, രാത്രിയിൽ വേറെ വഴിയില്ലല്ലോ. എന്നിട്ട് അവിടുന്ന് മഹാദേവനെ അതിഗംഭീരമായിട്ട് തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ തപസ് ദിവസങ്ങൾ കഴിഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ടൊന്നും ഇത് പെട്ടെന്ന് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ അർത്ഥം പലതും ഉണ്ട്. ചിലപ്പോൾ 2 മാസം 1 മാസമൊക്കെ കഴിഞ്ഞാൽ വരുന്നതാണ്. മറ്റേതൊക്കെ ചിലപ്പോൾ വർഷങ്ങൾ എടുത്താലും വരില്ല. അങ്ങനെ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇദ്ദേഹത്തിന് ദേഷ്യം ഇങ്ങനെ വരാൻ തുടങ്ങി. ദേഷ്യം വന്നിട്ട് ഇദ്ദേഹം അതിശക്തമായിട്ട് മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് അങ്ങനെ, പിന്നൊന്നും പറയാനില്ല, എന്തൊക്കെയോ നമശിവായ നമുക്ക് ജപിക്കുന്നുണ്ട്, പക്ഷെ ദേഷ്യം വന്നുകൊണ്ടാണ് ജപിക്കുന്നത്. പിന്നെ എന്നിട്ടും മഹാദേവൻ വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പാർവതി ദേവി പറഞ്ഞു, നിങ്ങളൊന്ന് ജപിക്കാൻ മിണ്ടാതിരുന്നു, ഞാനൊന്നും കാര്യമില്ല, ഞാനൊന്നും പോയിട്ടുമില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞവർക്ക് ചെറിയ വിഷമമുണ്ടായി. പിന്നെ ഇദ്ദേഹം കുറച്ചും കൂടെ അത് ശക്തമാക്കി. എങ്ങനെയെന്നറിയോ? കാലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പിശാകത്തി കൊണ്ട് മാംസമൊക്കെ എരിഞ്ഞെടുത്ത് ഈ ഹോമകുണ്ടത്തിൽ ഇങ്ങനെ ഇടും. ഹോമം കൊണ്ടല്ല, അഗ്നി കത്തുന്നതിലിടും. ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ശൂലം കുത്തിയിട്ട് സ്വന്തം തലയാണ് ആണി അടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഇതൊക്കെ നോക്കുക. പിന്നെ ഉണങ്ങുമ്പോഴേക്കും അടുത്ത കൊല്ലത്തെ ഉത്സവം വീണ്ടുമായി. ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ആരാധന എന്നും പറഞ്ഞിട്ടിങ്ങനെ നടത്തുക, ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ പാർവതി ഒന്നുകൂടെ ഇടപെട്ടിട്ട് പറഞ്ഞു, ഈ നാട്ടുകാരൊക്കെ പിന്നെ പറയുമ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കല്ലേ, തപസ് ചെയ്തിട്ട് എല്ലും തൊലിയായി എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ, അതുപോലും പറയാനുണ്ടാവില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. കാരണം എല്ലുണ്ടാവും, തൊലി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനും വരാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. മഹാദേവൻ അങ്ങനെയാണ്, എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ദക്ഷയാഗത്തിലൊക്കെ നമ്മൾ കേട്ടതാണ്, പെട്ടെന്ന് പുറപ്പെട്ടു. പെട്ടെന്ന് സാന്ത്വനപ്പെടുകയും ചെയ്യും. പ്രശ്നമൊന്ന് പരിഹരിക്കണമെന്ന് ബ്രഹ്മാവ് വന്നിട്ട് ആലിംഗനമൊക്കെ ചെയ്തപ്പോൾ എന്നാൽ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞില്ല, അതുപോലെയാണ്. അങ്ങനെ വന്ന് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ശൂലൊക്കെ എടുത്ത് മഹാദേവൻ അങ്ങനെ വന്ന് നിന്നു. പാർവതി ചേർന്നിങ്ങനെ നിൽക്കുന്നു. സന്തോഷമായി. എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു സന്തോഷമായിട്ടോ എന്ന് പറഞ്ഞു. കാരണം വെറുതെ എന്തായാലും കഷ്ടപ്പെടില്ല ഈ കാട്ടിൽ വന്നിട്ട്, എന്താണ് വേണ്ടത്? ഈ കഷ്ടപ്പെട്ടതിന് കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു ചെറിയൊരു വരെ വേണ്ടുള്ളൂ. പറഞ്ഞോളൂ, ഞാൻ തരാമല്ലോ, ഞാനല്ലേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ കൈ ഉണ്ടല്ലോ, എൻ്റെ വലത് കൈ, ഇത് ആരുടെ ഇങ്ങനെ തലയിൽ വെക്കുമ്പോൾ അവരപ്പോൾ ഭസ്മാവണം, വേറൊന്നും എനിക്ക് വേണ്ട, എത്ര ചെറുതേ വേണ്ടൂ എന്ന് പറഞ്ഞു. വളരെ ചെറുതല്ലേ ഇത്? അല്ലേ നോക്കിയേ, എത്ര സൗകര്യമാണെന്ന് പറയാം. വിരോധമുള്ള ആൾക്കാരുടെ വടിയെടുത്തു, തോക്കെടുത്തു എന്ന് വേണ്ട. ഫ്ലൈറ്റിൽ പോകുമ്പോൾ തോക്കുണ്ടായിരുന്നു, ചെക്കപ്പിൽ കണ്ടുകിട്ടില്ല, ഒരു പ്രശ്നമില്ലല്ലോ ഒന്നും. വെറുതെ പോയാൽ എന്തിൻ്റെ വിശേഷം പറഞ്ഞിട്ട് ഇങ്ങനെ തലയാക്കിയാൽ മതി. വിരോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അങ്ങോട്ട് പൂജയും ചെയ്തിട്ട്. അപ്പോൾ എന്തിൻ്റെ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലേ, ഇത്രയേ വേണ്ടുള്ളൂ എന്നാ. ഇത് വലിയ എന്താ ഇത് പറയുന്നത് അറിയോ? നിസ്സാരമല്ല ആണോ? ഇദ്ദേഹം ചോദിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നിയിട്ടില്ല. ഈ കൈ ആരുടെങ്കിലും ഇതിൽ വെക്കണം, പ്രത്യേകിച്ച് അധ്വാനം വേണ്ട, ആളടിച്ചു വെട്ടി 51 വയസ്സിനനുസരിച്ച് ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. ഈ ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ. ഇതാണ് ചോദിച്ചത്. മഹാദേവൻ എന്തായാലും തരാമെന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റും. ആയിക്കോട്ടെ ഭക്ത, എൻ്റെ കൈക്ക് ആ ശക്തി ഞാൻ തന്നിരിക്കുന്നു. ശരി, എന്നാൽ പിന്നെ കാണാട്ടോ എന്ന് പറഞ്ഞു. പുറപ്പെടുമ്പോൾ പറഞ്ഞ മഹാദേവ ഒരു ചെറിയൊരു കാര്യം, അതാ കൈ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ തന്നെ എൻ്റെ കൈ ആദ്യം ഉണ്ടായതേ, ഒരു ഈ വരം കിട്ടിയാണെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നോ ധരിച്ചു പാവം. എന്നിട്ട് കുറച്ച് ഇതിപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ ഇത് ഫലിക്കുമോ എന്നുള്ളൊരു സംശയം. ഒരു കാര്യം ചെയ്താൽ മതി, ആ തലയൊന്ന് ലേശം താഴ്ത്തി തന്നേന്ന്. മഹാദേവൻ അറിയാലോ, ദീർഘകായനാണ്. ഒന്ന് താഴ്ത്തി തന്നേന്ന്. എന്താണെന്നറിയോ, ഫലിക്കോ ഇല്ലയോ തീരുമാനമാക്കണ്ടേ, അല്ലെങ്കിൽ അങ്ങ് പോയതിന് ശേഷം ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ വീണ്ടും ചെയ്യണ്ടേ, അതുകൊണ്ട് ഒന്ന് തല താഴ്ത്തി തന്നേന്ന് പറഞ്ഞു. ഉള്ളിലുണ്ട്, പറയാത്തതൊന്നും ഉള്ളിലുണ്ട്. ഇപ്പം ഇതിൻ്റെ തീരുമാനമാകുന്നു, പാർവതി ദേവിയും കൊണ്ടുപോകാമല്ലോ, തീരുമാനമാവുമെങ്കിലേ
അങ്ങനെ വിചാരിച്ചു. മഹാദേവൻ ആകെ പരിഭ്രമായി. കാരണം ഈ കൊടുത്തത് ഇങ്ങനെയുള്ള ആൾക്കാർക്കല്ലേ കൊടുത്തതെന്നാണ്. പിന്നെ ഒന്നുമില്ല, അതാ ലേശം എന്താ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എത്തിയിട്ട് തലയിൽ വെക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും മഹാദേവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. പാർവതിയോട് പറഞ്ഞു, ഇനി വേഗം രക്ഷപ്പെടുന്നതോ നല്ലതെന്ന് തോന്നുന്നു, പറ്റിപ്പോയി, അപകടം പറ്റിപ്പോയി, നീ പറഞ്ഞ കേൾക്കാത്തതുകൊണ്ട് തന്നെയാണ് അപകടം വന്നതെന്നും പറഞ്ഞു. ഇപ്പോൾ ബുദ്ധി. പിന്നെ അങ്ങനെ ഓട്ടം തന്നെ. ഓട്ടത്തിൽ മിടുക്കൻ മഹാദേവൻ തന്നെ. കൈലാസം അവരുടെ പരിധിയിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് നമ്മളെന്നാ പറഞ്ഞിട്ടുണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ അവർക്ക് ഓടാൻ പറ്റും, നമുക്ക് നടക്കാൻ തന്നെ പറ്റില്ല എന്ന്. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ കൂടി കഷ്ടപ്പെട്ട് നടന്ന് കുറേ പിറകിലെത്തി ഒന്ന് മഹാദേവൻ തിരിഞ്ഞു നോക്കും, വീണ്ടും ഓടും. അടുത്തൊന്നുമില്ല, കുറച്ചിങ്ങനെ അകലെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ കുറച്ചൊരാശ്വാസം ഉണ്ടാവും. പക്ഷെ എന്നാലും ധൈര്യമില്ല. അതേ ഇങ്ങനെ ഓടും, കൈ ഇങ്ങനെ ആക്കി. അപ്പോഴാണ് വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലെത്തപ്പോൾ അവിടെ എന്തോ ചെറിയ പരിപാടിയുണ്ട്. എന്തോ വലിയ പൂജയോ എന്താണെന്നറിയില്ല. ഹോമകുണ്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ദർഭപ്പുലൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് പഴങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ഒരു തിരുമേനി, നമ്മൾ പറയാം അങ്ങനെ ഒരു ബ്രഹ്മചാരി എന്നാണ് പറയുന്നത്, ആ ഒരു തിരുമേനി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവമൊന്നും അറിയില്ലല്ലോ. ഈ സംഭവമൊന്നുമില്ല, ഭഗവാൻ വിഷ്ണു അവിടെ രക്ഷക്കെത്തി നിന്നതാണത്രേ. അദ്ദേഹം മഹാദേവനെ കണ്ടപ്പോഴത്തന്നെ പറഞ്ഞു, മഹാദേവ മനസ്സിലായോ? മനസ്സിലായി, ഞാൻ ഇങ്ങനൊരു വേഷം കെട്ടി വന്നതാട്ടോ, വേറൊന്നുമില്ല. ഇപ്പോൾ എന്തായി ഒന്നും പറയണ്ട, ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് ഇവിടെ പിറകിൽ ഇവിടെ നിന്നോളൂ, ഞാൻ ഏതായാലും ഇവിടെ ഉണ്ടല്ലോ, ധൈര്യത്തിന് ഇവിടെ നിന്നോളൂ, ഇനി ഇവിടുന്ന് മുകളിലോട്ടൊന്നും പോകണ്ട, ഇവിടെ ഒളിച്ചു നിന്നോളൂ എന്ന് പറഞ്ഞു. വലിയ മരത്തിൻ്റെ പിറകിൽ അവിടെ ഒളിപ്പിച്ച് നിർത്തി. ഇദ്ദേഹം വഴിയിൽ ഇങ്ങനെ നിന്നു. അപ്പോഴേക്കാണ് മറ്റേ ആൾ വരുന്നത്. കത്തച്ചുകൊണ്ട് വരികയാണെന്ന്, വേർത്ത് കുളിച്ച് കത്തിച്ചുകൊണ്ട് വന്നു. ചില ഒരാൾ പോയോ എന്നൊക്കെ ചോദിച്ചു. ഏതാളെന്ന് പറഞ്ഞു. അതായത് 3 കണ്ണൊക്കെ ആയിട്ട് ഒരാൾ ഒരു പഴയ ശൂലൊക്കെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് പഴയ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ധ്യാനമൊന്നും അറിയില്ല. അപ്പോൾ മഹാദേവനെയാണ് ഉദ്ദേശിച്ചത്. അതെ, എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് ഇതിനൊരു തീരുമാനമായിട്ട് എന്താ തീരുമാനം പറയൂ, ഒന്ന് കാര്യം പറയും. വിശ്രമ്യത, ഒന്ന് വിശ്രമിക്കൂല്ലേ? എങ്ങനെയല്ലേ നമ്മൾ സാമാന്യ ഒന്ന് ഇങ്ങനെ തൂണുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ, ഒന്ന് ശരീരം ഉണ്ടാവട്ടെ, ഒന്ന് നേരെയായിട്ട് പറയൂ എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് സമയം നിന്നിട്ട് ഈ കിടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതാ പറയാമെന്ന് പറഞ്ഞു. എന്താ സംഭവം? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട, എൻ്റെ കാലൊക്കെ നോക്കിയേ, മാംസമൊക്കെ പോയിട്ട് കണ്ടു. ഈ കഷ്ടപ്പെട്ടിട്ട് തപസ് ചെയ്തിട്ട് എനിക്കൊരു വരം കിട്ടി. ഇതാണ്, ഈ കൈ ആരുടെയെങ്കിലും തലയിൽ വെച്ചാൽ അവർ ഭസ്മാവണമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ട് ഇത് ഫലിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോൾ അദ്ദേഹം വിടുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്ന മഹാദേവൻ അവിടുന്ന് ഓടി വന്നു. ഇതിലൂടെ ഓടിയത്, ഞാൻ വിടില്ല, തീരുമാനമായിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, അപ്പോൾ നിങ്ങളെയും പറ്റിച്ചോ എന്ന് ചോദിച്ചു. എന്താ? അല്ല, ഈ കൈ വെച്ചാൽ ഫലിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ഫലിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേ? നമ്മൾ കൊടുത്ത സാധനം നേരെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ധൈര്യത്തിൽ നിൽക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു. ഇദ്ദേഹം തമോ ഗുണക്കാരനാണ്, അത്രയേ ഉള്ളൂ എന്നർത്ഥം. മനസ്സിലായോ? കൊടുത്തത്, ഒരു സാധനം കൊടുത്തു, ഇത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിൽക്കാം. പക്ഷേ ഈ കൊടുത്തിട്ട് അപ്പോൾ തന്നെ സ്ഥലം വിടുക, നോക്കട്ടെ ഇത് ഫലിക്കുമോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഓടി പോവുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അതിലെന്തോ കൺകെട്ട് കളവുണ്ട്, ഫലിക്കില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ ഇനിയൊരു കാര്യമുണ്ട്. മുമ്പ് മഹാദേവൻ ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയല്ല കൊടുത്താൽ ഫലിക്കാതിരിക്കാറില്ല. മുമ്പ് കൊടുത്താൽ ഫലിക്കുമായിരുന്നു. ദക്ഷയാഗത്തിന് ശേഷം എന്തോ ശാപം കിട്ടിയിട്ട് ഇപ്പോൾ കൊടുത്താൽ ഫലിക്കുന്നില്ല. ഇങ്ങനെ പണ്ടത്തെ പേരിൽ പലരെയും പറ്റിക്കുന്നുണ്ട്. ഒരാളോട് പറഞ്ഞെന്താണ്, വെള്ളത്തിലൂടെ നടക്കാനുള്ള വരം ഞാൻ തന്നിരിക്കുന്നു ഭഗത എന്ന് പറഞ്ഞു അത്രയും മഹാദേവൻ. എന്നിട്ട് അതേ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് നാളെ രാവിലെ 8 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാടി അപ്പോഴത്തന്നെ മുങ്ങിച്ചെത്തു എന്നാണ് പറയുന്നത്. പറ്റില്ല, അങ്ങേക്ക് ഒരു അപകടവും വരാനില്ല. കാരണം ഈ കൈ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫലമില്ല എന്നല്ലേ ഉള്ളൂ, വേറെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലോ എന്നാണ് ചോദിച്ചത്. അതില്ല, എന്നാൽ ഇനി മേലാൽ ആരും പറ്റിക്കരുത്, ഞാനും വരാം കൈലാസത്തിലേക്ക്, നമുക്ക് ചോദിക്കണം, ഇതിനൊരു മറുപടി കിട്ടിയിട്ട് മതി, ഇനി ഇതോടുകൂടി നിൽക്കണം ഇയാളുടെ വരം കൊടുക്കലെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല വിശ്വാസമായി കേട്ടോ. അപ്പോൾ അത് ശരിയല്ലേ, ഈ കൊടുത്തത് നേരെ ഉണ്ടെങ്കിൽ ശരിയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓടില്ലല്ലോ. അതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ കൈയൊക്കെ കാണുന്നില്ല, ഇതുപോലെ തന്നെയാണ് അങ്ങയുടെയും കൈ. അങ്ങ് എങ്ങനെയാണോ വന്നിട്ട് വരം ചോദിക്കുന്നവരെ തപസ് ചെയ്ത് അതുപോലെ തന്നെയല്ലേ തിരിച്ചു പോകേണ്ടത്. പക്ഷെ തീരുമാനമാക്കിയിട്ട് പോകാൻ ഞാനും വരാം എന്ന് പറഞ്ഞു. അതപ്പോൾ സന്തോഷമായി. എന്നാൽ നമുക്ക് പോകാമല്ലേ എന്ന്. ഇനി സംശയം ഉണ്ടെങ്കിലേ നമുക്ക് തീരുമാനമാക്കിയിട്ട് തന്നെ പോകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, എന്താ പറയുക, വരം ഫലിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തലയിൽ തന്നെ വേണം, അത് ഉറപ്പാണ്. പക്ഷെ ഫലിക്കില്ല എന്നുണ്ടെങ്കിൽ അവരവൻ്റെ തലയിൽ വെച്ചാലും നോക്കിക്കഴിഞ്ഞാലും ഇതായിപ്പോൾ ഞാൻ നോക്കും, എൻ്റെ കൈ ഒന്നുമില്ല, വരം കിട്ടിയിട്ടില്ല, ഇവിടെ വെച്ചു, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് അങ്ങയുടെ കൈയും തലയിൽ വെച്ചാൽ മനസ്സിലാവും. ഫലിക്കുന്നുണ്ടെങ്കിൽ തലയിൽ വെച്ച് വിടാം കേട്ടോ. ഫലിക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് തലയിൽ വെച്ച് നോക്കാം, ഫലിക്കില്ല എന്ന് മനസ്സിലാവും, നമുക്കങ്ങ് പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെക്കാമല്ലേ എന്ന് പറഞ്ഞു. കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം എങ്ങനെ വെച്ചാൽ മതി, ഇപ്പോൾ മനസ്സിലാവും, എന്നിട്ട് നമുക്ക് പോവാം, പോകുന്നായിക്കോട്ടെ പറഞ്ഞു. ഒരു ശബ്ദം കേട്ടു, ഇവിടെ വെച്ചതേ ഉള്ളൂ, കേട്ടില്ലേ?
അതിതാണ് ഇവിടെ വെച്ചതേ ഉള്ളൂ കേട്ടോ. വിഷ്ണു വെച്ചതുപോലെ ഇദ്ദേഹം വെച്ചപ്പോൾ കഴിഞ്ഞു. ആ ഷോർട്ടായി എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ഉണ്ടായത്. അപ്പോൾ തന്നെ കഴിഞ്ഞു. എന്താ ഉണ്ടായതെന്ന് അറിയാം? ഒന്നുമില്ല, കാണാനൊന്നുമില്ല. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇത്തിരി ഭസ്മം മാത്രമേ ഉള്ളൂ ഇവിടെ. മഹാദേവൻ ഇങ്ങനെ പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുക. മഹാദേവ എന്ന് പറഞ്ഞ് വിളിച്ചു. ഇങ്ങോട്ട് വന്നോളൂ, ധൈര്യത്തിൽ വരുമെന്ന് പറഞ്ഞു. ഇതുണ്ടോ കമണ്ടല്ലോ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തേ? അല്ല, ഭസ്മം തൊടാനുള്ള സമയമായെങ്കിൽ ചുടല ഭസ്മല്ലേ വേണ്ടത്, ഭസ്മം വേണമെങ്കിൽ തൊടാമെന്ന്. ഇവിടെ എന്ത് ഭസ്മം? എവിടെ? അസുരൻ എവിടെയെന്ന് ചോദിച്ചു. അസുരൻ്റെ കാര്യമൊക്കെ പറയാം, ഭസ്മം വേണമെങ്കിൽ തൊട്ടോളൂ. അല്ല അസുരൻ ഇതാണെന്ന് പറഞ്ഞു. അസുരൻ എന്തായി? ഭസ്മായി എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇയാൾക്കൊരു പേരും കൂടെ കിട്ടിയതാണ്, ഭസ്മാസുരൻ എന്നുള്ള പേര് കിട്ടിയതാണ്. ഈ ജീവിക്കുന്ന സമയത്ത് കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് ഒന്നും കൊടുക്കില്ല, അവാർഡും കൊടുക്കില്ല, നന്ദി രേഖപ്പെടുത്തലും ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ് മണ്ണ് അടിഞ്ഞതിന് ശേഷം പരമവീര ചരമ ചക്രം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു 300 രൂപയുടെ ഒരു മെമ്മൻറ്റോം കൊടുക്കുന്ന സമ്പ്രദായമില്ലേ, ഇതുപോലെ ആയിപ്പോയി. ഇദ്ദേഹത്തിന് എല്ലാം കഴിഞ്ഞപ്പോഴൊരു വലിയൊരു ബഹുമതി കിട്ടി. എന്താണ്? ഭസ്മാസുരൻ. അങ്ങനെയാണ് നാട്ടുകാർ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഇപ്പം എന്താണ് ഉണ്ടായത്? യാഗം ചെയ്ത് തപസ് ചെയ്ത് നേടിയെടുത്ത ആ വരം കൊണ്ട് അവനവൻ്റെ തന്നെ ശിരസിൽ വെച്ചുകൊണ്ട് നശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാളെടുത്തവൻ വാളാൽ എന്ന് പണ്ട് പറഞ്ഞു കേട്ടത് ഓർമ്മയുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ ഇനി അങ്ങനെ ഓരോന്നും നിങ്ങൾ എപ്പോഴെങ്കിലും വല്ല കന്നഡ പത്രത്തിലോ ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരിക. പണ്ടൊരാൾ കറണ്ട് കൊണ്ട് കളിക്കും. ഒരു ബൾബ് ഇവിടെ വെച്ചിട്ട് കറണ്ട് കൊണ്ട് സർപ്പയജ്ഞം നടത്തി കോടികൾ സമ്പാദിച്ചു. അറിയാമല്ലോ, അവസാനം എങ്ങനെ ഉണ്ടായി? ഒരു സർപ്പത്തിൻ്റെ ഇല്ലേ? കേട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ പിന്നെ അങ്ങനെ സർപ്പം കൊണ്ട് പരമാവധി ആയിട്ടേ ഉള്ളൂ, ആയിട്ടില്ല, എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും അതിസർവത്ര വർജ്ജയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് അവരുത് അല്ലേ? അത് നമ്മൾ ബോധ്യപ്പെടുത്തി തന്നു. ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ സർവീശ്വരനായ ഭഗവാനെ ആശ്രയിക്കണം. അതിനുള്ള പല കാര്യങ്ങളും ഇനി ഉപദേശങ്ങളായിട്ട് പറഞ്ഞു തരും. ഇതൊന്നല്ല നമുക്ക് വേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി തസ്മാത് ഏകേന മനസാ, ഇതിനെ കയറൂരിയൊക്കെ വിട്ടാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് തന്നെ ദോഷം വരും. അങ്ങനെയുള്ള ഒന്നിനെ നമ്മൾ പിടിച്ചിട്ട് പോറ്റി വളർത്തിയിട്ട് കാര്യമുണ്ടോ? അത് നമുക്ക് ദോഷം ചെയ്യും. ഇതുണ്ടല്ലോ, ആര് വന്നാലും ഒന്നും ചെയ്യൊന്നുമില്ല, ഇങ്ങനെ നടക്കും അല്ലേ? അടുത്തടുത്ത് അങ്ങനെയുള്ളതിനെ നമുക്ക് പോറ്റിയ വിഷമമില്ലല്ലോ. ഇത് തന്നെയാണ് പറഞ്ഞത്. സാത്വികമായി കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് ദോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? സാത്വിക മൂർത്തിയെ ഭജിക്കുക. ഈ ലോകത്തിൽ ത്രിമൂർത്തികളിൽ സാത്വിക മൂർത്തി ആരാണെന്ന് ഭൃഗുമുനി ഒരു പരീക്ഷണം നടത്തി. അങ്ങനെ ബ്രഹ്മാവിനെയും മഹേശ്വരനെയും ഒക്കെ പരീക്ഷിച്ചു. ഒടുവിൽ അങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് യോഗനിദ്രയിൽ കിടന്ന് ആ പാലാടിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ സമീപത്തേക്ക് പോയി. പരീക്ഷണത്തിനാണ് പോയി, തീരുമാനമാവാനാണ്. ഒരു സത്രത്തിൽ വെച്ചിട്ടുള്ള തീരുമാനമാണ്. അപ്പോഴാണ് നല്ലപോലെ ഉറക്കാണെന്ന് ഇദ്ദേഹത്തിന് തോന്നി. യോഗനിദ്രയാണത്രേ. പെട്ടെന്ന് മാറിടത്തിലേക്ക് ഒരു ചവിട്ട് വെച്ച് കൊടുത്തു അത്രേ, മാറിടത്തിൽ. അപ്പോഴാണ് ഇദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ കൈയൊക്കെ കുത്തിയിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, മഹർഷേ നമസ്കാരം, ക്ഷമിക്കണം കേട്ടോ. അങ്ങേ പോലുള്ള മഹാത്മാക്കൾ വരുമ്പോൾ ഇങ്ങനെ കിടന്നത്, വേണ്ടതുപോലെ മാനിക്കാത്തത് ഞാൻ ചെയ്ത വലിയ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്ന്. ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം സിംഹാസനത്തിൽ പിടിച്ചിരുത്തി ഭഗവാൻ താഴെ ഇരുന്നു. എടുത്ത പരിപാടി എന്താ അറിയോ? ഈ ഭൃഗുമുനിയുടെ മഹർഷിയുടെ പാദമെടുത്തിട്ട് തൻ്റെ കൈയുടെ മുകളിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അടിഭാഗം തടവി കൊടുക്കുകയാണ്. തടവുമ്പോഴെന്താ പറഞ്ഞറിയോ? അതീവ കോമളോ താതചരണോ തേ മഹാമുനെ ഇത്യുക്വാ വിപ്രചരണോ മർദ്ദയൻ സ്വേന പാണിന. അതികഠിനനായ എൻ്റെ മാർഗത്തിൽ ചവിട്ടിയിട്ട്, മഹർഷേ അങ്ങയുടെ മൃദുലമായ പാദങ്ങൾ വേദനിച്ചോ മഹർഷേ, ഞാൻ തടവിത്തരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തടവി കൊടുക്കുന്ന സമയത്ത് ഭൃഗുവിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീരൊഴുകി. പരീക്ഷണത്തിൽ വിജയിച്ചു എന്നല്ല, ഏതോ ഒരു അവസ്ഥയിലെത്തി. ഞാൻ വലിയ തെറ്റല്ലേ ചെയ്തതെന്നുള്ള തോന്നി. ഇത്രയും സാത്വികനായ മൂർത്തിയല്ലേ ഈ ഭഗവാൻ, ഞാൻ ചെയ്തത് തെറ്റല്ലേ തോന്നി. എന്നിട്ടും കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞത്, ഇനി മേലാലും ഞാൻ ഒരാളെ നിന്ദിക്കാതിരിക്കാൻ വേണ്ടി ഈ അങ്ങയുടെ ഈ പാദത്തിൽ അടയാളം ഇനി എൻ്റെ മാറിടത്തിൽ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണ് ശ്രീവത്സം എന്ന മറുകായിട്ട് ഭൃഗു മഹർഷിയുടെ പാദം മാറിടത്തിലേക്ക് ഏറ്റെടുത്തത് വിഷ്ണു എന്നുള്ള ഒരു കഥയും കൂടി ഇവിടെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതോട് കൂടിയിട്ട് ദശമസ്കന്ധം കഴിഞ്ഞ് ഏകാദശ സ്കന്ധത്തിൽ അങ്ങനെ നമ്മൾ പോയി അല്ലേ? കുറേ അധ്യായം പോയി. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ രാജധാനി പോകുന്നത് പോലെ, വന്ദേ ഭാരത് പോകുന്നത് പോലെ കുറേ ഇങ്ങോട്ട് പോയി ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി. സാവധാനത്തിൽ പോയാലൊന്നും എത്തില്ല. നമുക്ക് നാളെ എന്തെങ്കിലും കുറച്ച് കഥാഭാഗങ്ങൾ
പറഞ്ഞൊക്കെ കേൾക്കണം എന്നൊക്കെ മോഹമുണ്ടോ? ഉണ്ടാവില്ലേ? അവസാനം കുറച്ച് സന്ദേശങ്ങളൊക്കെ കിട്ടണ്ടേ? അവസാനം ആ കാര്യമൊക്കെ അവസാനം പറയാതിരിക്കുന്ന വിഷയമൊന്നും അവസാനം ആകുമ്പോഴേക്കും ഓർമ്മയുണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയല്ല, എന്തെങ്കിലും ചില സന്ദേശമൊക്കെ കിട്ടണമെങ്കിലും കുറച്ച് സമയം വേണം. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ കുറേ അധ്യായങ്ങൾ വായിക്കാനുണ്ട് കേട്ടോ. എന്തായാലും ഒരു 10-28 അധ്യായങ്ങൾ വായിച്ചാലേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അപ്പം അത്രയും വായിക്കണമെങ്കിൽ ഒരു 3 മണിക്കൂർ പാരായണത്തിന് തന്നെ വേണം. അത് അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് നിർത്തേണ്ടി വരും. ഊണ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, അല്ലാതെ പിന്നെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനുള്ള ഇടവേളയും കൂടെ നമുക്ക് കണക്കാക്കണം. എല്ലാം നമുക്ക് വേണം. അപ്പോൾ നമുക്ക് നാളെ സമാപന സുദിനമാണ്. എല്ലാം കൊണ്ടും വിശേഷപ്പെട്ട ഒരു സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ചിങ്ങമാസത്തിൽ ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ കാരുണ്യം കൊണ്ട് ജ്ഞാനസ്വരൂപനാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക അല്ലേ. സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ മുഖം കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. അതാണ് ഗുരുവായൂരപ്പൻ്റെ ആ സ്വരൂപത്തോടു കൂടിയിട്ട് തന്നെയാണെന്ന് മനസ്സിലാവും. കിരീടം കാണുമ്പോൾ മനസ്സിലാവും ഇത് കിരീടം മറ്റേ അദ്ദേഹത്തിൻ്റെയാണോ സംശയമുണ്ട്. ജടാമകുടമാണ് ഭഗവാനുള്ളത് അല്ലേ. അപ്പം ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് ഹരിഹരഭവമേകം അല്ലേ, ആ ജ്ഞാനസ്വരൂപനായിട്ട് അയ്യപ്പസ്വാമിയുടെ ചിന്മുദ്രയില്ലേ, ദക്ഷിണാമൂർത്തിയുടെ ഒക്കെ മുദ്രയില്ലേ, എന്താണ്? ജ്ഞാനസ്വരൂപമാണ്. അല്ലെങ്കിൽ ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ട് ഈ സൗകര്യത്തിൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുമായിരുന്നോ ഭഗവാൻ? നമ്മുടെ കേമത്വം കൊണ്ടല്ല ഇതൊക്കെ, നമ്മൾ നിമിത്തം മാത്രം, ചട്ടുകം മാത്രമാണ്. നമ്മൾ പ്രവർത്തിക്കാമെന്നല്ലാതെ ഫലം തരുന്നതാരാണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പരിപൂർണമായ ചൈതന്യത്തോടുകൂടി കലിയുഗ പ്രത്യക്ഷ വരദനായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു സപ്താഹ യജ്ഞത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണ ദിവസങ്ങൾ ഇന്നത്തോടുകൂടിയിട്ട് ഈ ഒരു സന്ധ്യയോടുകൂടി, നാളത്തെ സന്ധ്യക്ക് ഈ രംഗമില്ലല്ലോ. അപ്പം നാളെ നമുക്ക് ഉച്ചവരെയാണ് പരമാവധി നമ്മുടെ സമയം നമ്മൾ എടുക്കുന്ന പിന്നെ അതെല്ലാം കൊണ്ടും നല്ലതാണെന്ന് പിൽക്കാലത്തൊക്കെ നമുക്ക് പല സ്ഥലത്ത് വെച്ചും തോന്നിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞാലെ രംഗം കണ്ടപ്പോൾ അല്ലേ. അതുകൊണ്ട് നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് സമർപ്പിക്കുകയാണ്. അത് പറ്റുന്നത് നേരത്തെ പാരായണം ഘട്ടത്തിലെത്തിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക. പിന്നെ കുറച്ചെന്തെങ്കിലും ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് ഭാഗവതത്തിൽ പല സ്ഥലത്തും കഥകളിലൂടെ പറഞ്ഞ ധർമ്മങ്ങളെ മുഴുവനും സംഗ്രഹിച്ച് പറയുന്ന വലിയൊരു ഉപദേശം. ഭഗവത്ഗീതയിലെ ഗീതോപദേശത്തിൻ്റെ ഒരു 5 കൊണ്ട് കുടിച്ചാൽ കിട്ടുന്ന അത്രയും വലിപ്പമുള്ള ഉപദേശ സംഹിതയാണ് ഉദ്ധവ ഉപദേശം എന്ന് പറയുന്നത്. നമ്മൾ ഗീതയിലൊക്കെ ഇതിലുള്ള ചിലതൊക്കെ ഗീതയിൽ ചില ശ്ലോകങ്ങളായിട്ട് കാണും. അതിലുള്ളത് ഇതിൽ കാണുമെന്നല്ല വിചാരിക്കേണ്ടത്, ഇതിലുള്ളത് അതിൽ കാണുന്നതാണ്. കാരണം അത് യുദ്ധക്കളത്തിൽ വെച്ച് വളരെ ചുരുങ്ങിപ്പോയി. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അത്രയല്ലേ ഉപദേശിക്കാൻ പറ്റുള്ളൂ. ആ യുദ്ധക്കളത്തിൽ ചുരുങ്ങിപ്പോയത് ഞാനിത് വിസ്തരിച്ച് ഉപദേശിക്കുന്നു എന്നുള്ള നിലക്കാണ് ഉദ്ധവൻ ഉപദേശിക്കുന്നത്. ഇപ്പോൾ വായിച്ച് നിർത്തിയ ഭാഗങ്ങളൊക്കെ ഉദ്ധവോപദേശമാണ്. അതായത് ഇന്ന് ബേട്ട് ദ്വാരക എന്ന് പറയുന്നുണ്ടല്ലോ, സമുദ്രത്തിനുള്ളിലുള്ള കുറച്ച് കിലോമീറ്ററുകളുണ്ടല്ലോ, അതിലൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന് താഴെ ഭാഗമാണ് ഇപ്പോഴുള്ളത്. മുകളിലേക്ക് പണ്ട് ഭഗവാനൊക്കെ കയറിപ്പോയ ആ പടികളൊക്കെ അവിടെ കാണാം. ഏണിപ്പടികളൊക്കെ അവിടെ കല്ലുകൊണ്ടുള്ളതൊക്കെ അവിടെ കാണാം. ആ മുറിയിൽ അതിന്ന് അവിടെയാണ് നമ്മളൊക്കെ തൊഴുകയൊക്കെ ചെയ്യുന്നത്. 4 കെട്ട് പോലുള്ള ഒരു കെട്ടിടമാണ്. അത് ശരിക്കും അമ്പലമൊന്നുമല്ല, ഭഗവാന്റെ മന്ദിരമാണ്. അമ്പലമുള്ളത് പുറത്താണ്. മുമ്പത്തത് പോയിട്ട് പിന്നീട് വന്ന് ഒക്കെ പുറത്തുള്ളതാണ്. ഇത് ഭഗവാൻ താമസിച്ച സ്ഥലമാണ്, ആ 7 നില മാളിക ഭവനം. അത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീമദ് ഭഗവത് ആലയം അതൊഴിച്ചു ബാക്കി എന്ന് പറഞ്ഞാൽ ഈ ബേട്ടുദ്വാരക ഉണ്ടായ സ്ഥലവും സമുദ്രത്തിൽ പോയ സ്ഥലമൊക്കെ ഭഗവാനും കുടുംബക്കാരും ഒക്കെ താമസമായിട്ട് കുടുംബസമേതവും മറ്റുള്ള ബന്ധുക്കളൊക്കെ കൂടിയിട്ട് താമസിക്കുക, ആരാധന ചെയ്യുകയൊക്കെ ചെയ്ത ആ ഒരു സ്ഥലമായിരുന്നു. മറ്റത് അഡ്മിനിസ്ട്രേഷനും ഭരണവും കാര്യങ്ങളൊക്കെ നടത്തിയ സ്ഥലമാണ് വേറെയുള്ളത്. ആ ഭാഗങ്ങളൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. ഇതിൽ മിക്കവാറും എല്ലാം സമുദ്രത്തിനടിയിലുണ്ടെന്ന് ഇന്ന് കണ്ടു കിട്ടും. പണ്ട് കാലത്ത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ പഴയകാലത്ത് പോയ സമയത്ത് ഈ രംഗങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ ആട്ടുകെട്ടിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ആ ആട്ടുകെട്ടിൽ തന്നെയുള്ള രൂപയിൽ അവിടെ സ്ഥിരമായിട്ട് പ്രതിഷ്ഠയൊന്നുമില്ല. ഇനി അതൊന്നും വിചാരിക്കരുത്. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഷോയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഈ ആട്ടുകെട്ടിലിരിക്കുന്ന ഭഗവാന്റെ രൂപം വെച്ചിട്ട് അത് അലങ്കരിച്ച് മനോഹരമായിട്ടുള്ളതാണ് ഇപ്പോഴും ബേട്ടുദ്വാരകയിലുള്ളത്. ആ ആട്ടുകെട്ടിലിരുന്നിക്കുന്ന സമയത്ത് ആട്ടം കഴിഞ്ഞപ്പോഴാണ് ഉദ്ധവൻ എന്ന ആ തൻ്റെ പ്രധാനമന്ത്രി ഭഗവാന്റെ സന്തത സഹചാരി വന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കുന്നത്. ആ സമയത്താണ് ഉദ്ധവന് അതിശ്രേഷ്ഠങ്ങളായ
ഉപദേശങ്ങൾ. അന്ന് യുദ്ധകളത്തിൽ വെച്ച് അർജുനന് ഉപദേശിച്ച ഉപദേശം അങ്ങയിലൂടെ നിലനിർത്താൻ ഇടവരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ അനേകം ഉപദേശങ്ങൾ കുറേ മണിക്കൂറുകളോളം ഉപദേശിച്ചു. ഒടുവിൽ ഉദ്ധവന് ബദരി ആശ്രമത്തിലെ പോകാനുള്ള അനുജ്ഞ കൊടുത്തു. സാധിക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വർണ്ണമതിയേരികൾ കൊടുത്ത് ബദരി ആശ്രമത്തിലേക്ക് യാത്രയാക്കുന്നത്. അതൊക്കെ നാളെ രാവിലെ ആ രംഗങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് ഭഗവാൻ കുറേ അകലെയുള്ള പ്രഭാസ തീർത്ഥക്കലയിലേക്ക് ദാരുകൻ്റെ രഥത്തിൽ ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കും അവിടെ യദുകുല സംഹാരം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നീട് നമ്മൾ വീണ്ടും ഇതൊക്കെ ആർക്കാ ഉപദേശിച്ചു കൊടുക്കുന്നത്? പരീക്ഷിത്ത് മഹാരാജാവിന് ശുഖബ്രഹ്മർഷി ആ രംഗത്തിലേക്ക് വീണ്ടും എത്തുന്നു. ഇതൊക്കെ ഫ്ലാഷ് ബാക്കായിരുന്നു പറഞ്ഞു. പിന്നെ ആ ബ്രഹ്മോപദേശം പരീക്ഷിത്ത് നമസ്കരിച്ച് ശുഖബ്രഹ്മർഷിയെ യാത്രയാക്കുന്നു. പരീക്ഷത്തിൻ്റെ മുക്തി. ഇതൊക്കെയാണ് കഥാഭാഗം ഓർമ്മിക്കാൻ വേണ്ടി. ഇതൊന്നും നാളെ പറയുന്നില്ല, ഇവിടെ നിന്ന് ചിലതൊക്കെ പറയാൻ പറ്റിയെങ്കിലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ഓർമ്മിക്കണം. നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതൻ ശൗനകാദികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രംഗത്തിലാണ് നമ്മൾ തുടങ്ങിയത്. അത് അവിടെ തന്നെ ഉണ്ട്, അവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോഴാണ് സംഗ്രഹാധ്യായം. മാർക്കണ്ഡേയ ചരിത്രത്തോടുകൂടി സംഗ്രഹാധ്യായം കഴിഞ്ഞ് നമുക്ക് സമർപ്പണം. തടസ്സം കൂടാതെ ഇനിയുള്ള സമയം നമുക്ക് ഭംഗിയാക്കി നിർവഹിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അയ്യപ്പസ്വാമിയുടെ കാരുണ്യം ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ അനുഗ്രഹത്തിന് നമ്മൾ ഓരോരുത്തരും പാത്രീഭൂതരാവട്ടെ. പറ്റുന്നത് നാളെ സൗകര്യത്തിനനുസരിച്ച് ഒരു 6:10 എങ്കിൽ 6:15 തുടങ്ങിയാൽ നല്ലത്. അധികം വൈകാതെ തുടങ്ങുന്ന തരത്തിൽ ഒരു സഹകരണമൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ടാവുക. വരാൻ പറ്റുന്നവരൊക്കെ വരിക, യാതൊരു നിർബന്ധവുമില്ല അല്ലേ. അവനവന് വേണ്ടിയിട്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ രംഗങ്ങൾ ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയാൽ നമുക്കത് ചിലപ്പോഴും സാധിക്കും. ഇനിയിപ്പോൾ ബഹളത്തിൻ്റെ ഒന്നും സ്ഥാനമില്ല, പ്രത്യേകിച്ചൊന്നും നേരത്തെ പോലെയല്ല, എഴുന്നേൽത്തോ ഒന്നുമില്ലല്ലോ. ഇനി കുറച്ച് ഉപദേശങ്ങളും അതിലുള്ള സന്ദേശങ്ങളും നമുക്കുള്ള ചില പ്രാർത്ഥനകളോടും കൂടിയിട്ടാണ് സമർപ്പിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ നാരായണ കൃഷ്ണ ഗോവിന്ദ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ, നല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ. നാരായണ നാരായണ ദേവഗീതൻ ജഠരമാം ആകരത്തിൽ നിന്നോദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ. ഇന്ദ്രനീലമണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷശീലായി സാന്ദ്രമോദം വിളങ്ങുമ കല്ലു വേണമോ. നാരായണ 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 ഗോവിന്ദ. ദുർഗാ ഭഗവതിയെ താൻ പകരമായി കൊടുക്കായിൽ ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടു ീശുപ്പന്നെ ഭംഗിയത കല്ലു വേണമോ. നാരായണ നാരായണ ഗോപബാലന്മാരാം മുത്തു മാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ. വല്ലഭസ്ത്രീ നികരത്തിൽ പൂജ കഞ്ചഘോരത്തു നല്ലവണ്ണം രസിച്ചത കല്ലു വേണമോ. നാരായണ നാരായണ നാരായണ
ഈഹപരസുഖങ്ങളിൽ മുഴുകിടാൻ കൽപ്പിച്ചുമി മഹാജനം ചൂടും നല്ല കല്ലു വേണമോ ഹൃദയത്തിൽ ധരിപ്പോര് മായാബന്ധം മുറിച്ചൂട മോദാപീടുമ കല്ലു വേണമോ നാരായണ ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിലും ധരിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ഭവസുനോദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ സർവത്ര ഗോവിന്ദ ഗോ ബ്രാഹ്മണിക്ക് ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ചരണനദ ജനഭരണതവ കഥകളിന്നു ഞാൻ ചുറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാനനുഗ്രഹിക്കേണമേ കൃഷ്ണ യോഗീന്ദ്രാണം ത്വതങ്കേഷ്വധിക സുമധുരം മുക്തിഭാജ്യാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം ദക്സൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ 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 രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത
ജയ ജയ ഭാഗവത ദധിനവനീതഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയയാ ബാലയ ദാമോദര ഹരി തുളസീദാമധര ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപീ ജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുഭജന ദേവ ജയ ജയ ഭാഗവത ജയ ജയ ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണവര ഭട്ടതിരീകൃത സ്തുതിവര ശുഭഫലദ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദസരോജയുഗ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത जय जगदीश हरे कृष्ण जय जगदीश हरे जय गुरु मारुत मंदिरनाथ जय जगदीश हरे देवा जय जय भागवत जय 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 भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूप जय जय भागवत देवा जय जय भागवत सर्वत्र गोविंद नाम राम 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 हरे 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 कृष्णा कृष्ण
കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി ഭഗവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം ശങ്കരബാല പൊന്നയ്യപ്പ ശരണം മേ തവ ചരണയുഗം രാമാരാഘവ ദശരഥ നന്ദന ശരണം മേ തവ ചരണയുഗം രാധാകൃഷ്ണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ സമ്പത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണം.